Hey everyone, welcome back to the channel Spoco Loco English. നമ്മൾ ഇന്ന് പാർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് നോക്കാൻ പോകുന്നത്. സെലിബ്രേഷൻസിലും പാർട്ടീസിലും ഒക്കെ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, ഇവരെ നമ്മൾ പാർട്ടി ആനിമൽ എന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കൊരു റൂംമേറ്റ് ഉണ്ട്, അവൾക്ക് ഈ പാർട്ടീസിലും സെലിബ്രേഷൻസിലും ഒക്കെ പങ്കെടുക്കാൻ ഇഷ്ടമാണ്. എല്ലാ വീക്കെൻഡിലും ഏതെങ്കിലും ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. മൈ റൂംമേറ്റ് ഈസ് എ റിയൽ പാർട്ടി ആനിമൽ. ഷീ ഗോസ് ടു എ ന്യൂ പാർട്ടി എവറി വീക്കെൻഡ്. എനിക്ക് ഈ പാർട്ടിയിലെ സെലിബ്രേഷൻസിലൊന്നും വലിയ താല്പര്യം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് എ പാർട്ടി ആനിമൽ. പിന്നെ ഈ വിളിക്കാത്ത പരിപാടിക്ക് പോകുന്ന ഏർപ്പാട് ചിലർക്കൊക്കെ ഇല്ലേ, ഇതിന് ക്രാഷ് ദ പാർട്ടി എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ബിരിയാണി കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കാരണം വിളിക്കാത്ത ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വാണ്ട്സ് ടു ക്രാഷ് ദ പാർട്ടി ജസ്റ്റ് ഫോർ ബിരിയാണി. അല്ലെങ്കിൽ ഞങ്ങള് ഒരിക്കല് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് വിളിക്കാത്തൊരു പരിപാടിക്ക് പോയി, പക്ഷെ അതൊരു വെഡിങ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി വൺസ് ക്രാഷ് ദ പാർട്ടി തിങ്കിങ് ഇറ്റ് വാസ് ബർത്ത്ഡേ ബട്ട് ഇറ്റ് വാസ് വെഡിങ്. ഇനി നമ്മൾ ഈ പാർട്ടിയൊക്കെ നടത്താൻ തീരുമാനിക്കുന്നതിനെയൊക്കെ ത്രോ എ പാർട്ടി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പാരന്റ്സിന്റെ ഈ വർഷത്തെ ആനിവേഴ്സറി ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വി ഡിസൈഡഡ് ടു ത്രോ എ പാർട്ടി ഫോർ അവർ പാരന്റ്സ് ആനിവേഴ്സറി. അവളുടെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഡിസൈഡഡ് ടു ത്രോ എ പാർട്ടി ഫോർ ഹർ ബർത്ത്ഡേ ദിസ് ഇയർ. ഇനി എല്ലാ പാർട്ടിയിലും കാണത്തില്ലേ ഒരു ഫൺ പാർട്ട്, അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള ആള്, എല്ലാരെയും രസിപ്പിക്കുന്നൊക്കെ ആൾക്കാർ കാണത്തില്ലേ, ഇതിനെ ദ ലൈഫ് ഓഫ് ദ പാർട്ടി എന്നാണ് പറയുന്നത്. ഫാമിലി ഗെറ്റ് ടുഗദറിൽ കസിൻ പഴയ കഥകളൊക്കെ പറഞ്ഞ് എല്ലാരെയും രസിപ്പിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറ്റ് ദ ഫാമിലി ഗെറ്റ് ടുഗദർ മൈ കസിൻ വാസ് ദ ലൈഫ് ഓഫ് ദ പാർട്ടി ടെല്ലിംഗ് ഫൺ സ്റ്റോറീസ് അബൌട്ട് അവർ ചൈൽഡ്ഹുഡ്. അല്ലെങ്കിൽ ഡി ജെ ആയിരുന്നു ആ പരിപാടിയിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഭാഗം. ആർക്കും ഡാൻസ് നിർത്തണമെന്നില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ ഡി ജെ വാസ് ദ ലൈഫ് ഓഫ് ദ പാർട്ടി, നോ വൺ വാണ്ടഡ് ടു സ്റ്റോപ്പ് ഡാൻസിങ്. ഇനി നമ്മുടെ പെർഫോമൻസ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ നമ്മൾക്ക് ഒരാളിലേക്ക് പിടിച്ചു പറ്റത്തില്ലേ, അല്ലെങ്കിൽ ആ പരിപാടി അവൻ കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതിന് സ്റ്റീൽ ദ ഷോ, പരിപാടി കൈയടക്കി എന്നൊക്കെ നമുക്ക് പറയാം. സ്റ്റീൽ ദ ഷോ എന്നാണ് പറയുന്നത്. ഫെയർവെൽ പാർട്ടിയിൽ പ്രിൻസിപ്പലിന്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോങ് കാരണം ആ പരിപാടി പ്രിൻസിപ്പൾ അങ്ങ് കൊണ്ടുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് അറ്റ് ദ ഫെയർവെൽ പാർട്ടി ദ പ്രിൻസിപ്പൽസ് അൺഎക്സ്പെക്റ്റഡ് സോങ് സ്റ്റോൾ ദ ഷോ. അല്ലെങ്കിൽ ആ വെഡിങ്ങില് എന്റെ അനിയൻ ഡാൻസ് കളിച്ചിട്ട് ആ പരിപാടി എല്ലാവരുടെ അറ്റൻഷൻ അവന് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈ ബ്രദർ സ്റ്റോൾ ദ ഷോ അറ്റ് ദ വെഡിങ് വിത്ത് ഹിസ് ഫണ്ണി ഡാൻസ്. സോ നമ്മുടെ ഇന്നത്തെ ഇഡിയംസ് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ പാർട്ടിയും സെലിബ്രേഷൻസ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ നേരത്ത് നിങ്ങൾ ഈ ഇഡിയംസ് യൂസ് ചെയ്ത് സംസാരിച്ച് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കോമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.